പെട്ടെന്ന് കരച്ചിൽ വരാറുണ്ടോ? കരച്ചിൽ വരാറുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് പെട്ടെന്ന് ട്ടാ. സില്ലി സില്ലി കാര്യങ്ങൾക്ക് ചില ആളുകൾ പറയില്ലേ, "ഓ നീ എന്ത് കിട്ടിയാലും കരയും." അല്ലെങ്കിൽ ഇവളുടെ സ്വഭാവമാണ് കരച്ചിൽ. അങ്ങനെയൊക്കെയുള്ള ആളുകളില്ലേ, അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഭയങ്കര ധൈര്യമുണ്ട്, പെട്ടെന്നൊന്നും കരയില്ല. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. വൈ ഡു സം പീപ്പിൾ ക്രൈ ഫാസ്റ്റ്? എന്തുകൊണ്ടാണ് ചിലർ വേഗം കരയുന്നത്? സെൻസിറ്റീവ് ആൾക്കാരെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. ഞാൻ പെട്ടെന്ന് കരയും. എന്നെ പോലെയുള്ള ആളുകളാണ് കേൾക്കുന്നതെങ്കിൽ എനിക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതായത് നമ്മളെയൊക്കെ ഇല്ലേ, ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ എല്ലാവരും കളിയാക്കും. പെട്ടെന്ന് കരയും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് കരയും. പക്ഷെ വൈ ഡു വി ക്രൈ? എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വേഗം കരയണത്? ആരെങ്കിലും നമ്മളെ കരയിപ്പിച്ചിട്ടാണോ? എന്നുവെച്ചാൽ സത്യത്തിൽ സറൗണ്ടിങ്ങൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ചിലപ്പോൾ. പണ്ടത്തെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും കരയുന്നത്. ചൈൽഡ്ഹുഡ് ട്രോമ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വലിയ കാര്യങ്ങളായിരിക്കും. പക്ഷേ എന്തെങ്കിലും ചെറുപ്പത്തിൽ കാര്യങ്ങളോ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ കരയും. വെറുതെ ഇരിക്കുമ്പോൾ കരയണതല്ല. ചിലപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ആൾക്കാർ ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ കാണാപ്പുറങ്ങൾ ഉള്ള കുറേ കാര്യങ്ങളുണ്ടാവല്ലോ. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടാണ് നമ്മൾ ഇത്രയും പ്രായമെത്തിയതല്ലേ. അപ്പോൾ നമ്മൾ അതിനോട് റിലേറ്റ് ചെയ്യണ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പം കരയും. സോ വാട്ട് ഇസ് എ സൈക്കോളജി ബിഹൈൻഡ് ദ പീപ്പിൾ ഹു ക്രൈ ഫാസ്റ്റ്? അതാണ് നമ്മളിന്ന് നോക്കുന്നത്. വലിയ കാര്യമായിട്ട് ഉള്ള സൈക്കോളജി എനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും എൻ്റെ സൈക്കോളജി എനിക്ക് പറയാം. എന്നെപ്പോലെയുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് നമ്മൾ കരയണത് പലപ്പോഴും നമ്മൾ ഹൈലി സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. നമ്മൾ മറ്റുള്ളവരേക്കാൾ കൂടുതൽ സെൻസിറ്റീവാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു തെറ്റല്ല. നമ്മൾ സെൻസിറ്റീവ് ആവുന്നത് തെറ്റാണോ? അല്ല. സം പീപ്പിൾ നെർവസ് സിസ്റ്റം റിയാക്ട് മോർ സ്ട്രോങ്ലി ടു ഇമോഷൻ ലൈക്ക് സാഡ്നെസ്, ഫ്രസ്ട്രേഷൻ, എംപതി, അല്ലെങ്കിൽ റിലീഫ് ആകുമ്പോഴും ഈവൻ ജോയ് ആകുമ്പോഴും ഓവർ ഹാപ്പിനെസ് വരുമ്പോഴും കരഞ്ഞു പോലെ. അത് നമുക്ക് ഇമോഷണൽ സെൻസിറ്റിവിറ്റി കൂടുതൽ ഉള്ളതുകൊണ്ടാണ്. പീപ്പിൾ ക്രൈ ക്വിക്ലി ഫോർ എ മിക്സ് ഓഫ് ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ റീസൺസ്. അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ സ്ട്രെസ്സും എക്സോസ്റ്റഡ് ആകുമ്പോഴും നമ്മൾക്ക് അറിയില്ലേ, ചിലപ്പോൾ ഉറക്കം മര്യാദയ്ക്ക് ഉണ്ടാവില്ല, ബേൺ ഔട്ട് ആവും, ആങ്സൈറ്റി, അതുപോലെ ഇമോഷണൽ ഓവർലോഡ്. ഇതൊക്കെ വരുമ്പോൾ ആ കരയാനുള്ള ത്രഷോൾഡ് എനർജി ഇല്ലേ, അത് കൂടും. പണ്ട് നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ ത്രഷോൾഡ് എനർജി? അതാണ് ഈ സംഭവം. ഇതൊക്കെ അങ്ങോട്ട് വരുമ്പോൾ കരയാനുള്ള ഒരു നമ്മൾക്ക് ഒരു ത്രഷോൾഡ് എനർജി കിട്ടും. ഹോർമോൺസ് ഹോർമോൺസ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ കരയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് നമ്മുടെ സൈക്കിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും മേജർ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. മേജർ അല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും അത് മതി. ലേൺഡ് എക്സ്പ്രഷൻ ഇൻ സം ഫാമിലീസ്, ചില സ്ഥലത്ത് ക്രൈയിങ് എന്ന് പറയുന്നത് നോർമലി ദേ ആർ ആക്സെപ്റ്റിംഗ് ദാറ്റ്സ് വേ ടു എക്സ്പ്രസ് ഇമോഷൻ. ചില സ്ഥലത്ത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ദേ വിൽ നോട്ട് ക്രൈ. അവർ ആ ഇമോഷൻ സപ്രസ് ചെയ്യാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇമോഷൻസ് ഒക്കെ സപ്രസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ. അവർ ഇൻ ഫ്രണ്ട് ഓഫ് എവറി വൺ ദേ വിൽ നോട്ട് ക്രൈ. They'll go to washroom sometimes, or they'll go to bedroom or some hiding place and they cry, and they will just wipe the tears off. ഞാൻ കണ്ടിട്ട് കരച്ചിൽ കണ്ണുനീരൊക്കെ ഇങ്ങനെ തുടച്ച് അവർ മാന്യമായി പുറത്തേക്ക് വരും. പക്ഷെ എനിക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ. ഞാൻ ആരുടെ മുമ്പിലും കരയും, ഭയങ്കരമായിട്ട് കരയും. ഇനി കരഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കളിയാക്കുകയും ചെയ്യും, അയ്യോ വേഗം കരയുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്നെ പോലെയുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. കാരണം അത് ചിലപ്പോൾ ഒരു മൈനോറിറ്റി ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ വർക്ക് പ്ലേസിൽ വെച്ച് കരയില്ലേ, എന്തെങ്കിലും ചെയ്ത് കേട്ട് അപ്പം കരയും, ടാങ് ദേ വന്നു, ഇവിടെ എവിടെ സ്വിച്ച് ഇട്ടിട്ട് ടീയേഴ്സ് ഉള്ള പോലെയാണ്. മെൻ്റൽ ഹെൽത്ത് ഫാക്ടേഴ്സ്, ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഗ്രീഫ്, ട്രോമ, അങ്ങനത്തെ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാകുമ്പോഴും നമുക്ക് ഈ കരച്ചിൽ പെട്ടെന്ന് വരാം. പിന്നെ ആസ് യൂഷ്വൽ ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിലും കരച്ചിൽ വരും കേട്ടോ, കണ്ണുനീര് വരും. ഇതൊക്കെയാണ് ചില്ലറ ചില്ലറ റീസൺ. ഇനി കരയുന്ന ആൾക്കാർ, വാട്ട് ഈസ് ദിസ്? ക്രൈയിങ് ഇറ്റ് സെൽഫ് ഹാസ് യൂസ്ഫുൾ ഫങ്ഷൻ. കരയുന്നതുകൊണ്ട് കുറച്ച് ഉപകാരമൊക്കെ ഉണ്ട്. ഇറ്റ് സിഗ്നൽസ് ഇമോഷണൽ നീഡ്സ് ടു അതേഴ്സ്. നമ്മൾ കരയുമ്പോൾ നമ്മുടെ മനസ്സിലാക്കുന്ന ആളാണ് അപ്പുറത്തുള്ളതെങ്കിൽ ഇറ്റ് ഷോസ് ടു ലൈക്ക് ഒരു സിഗ്നലാണ് അവർക്ക് നിങ്ങൾ ഇവരെ കെയർ ചെയ്യണം, ബിക്കോസ് ഷീ ഈസ് ക്രൈയിങ് ഓർ ഹിസ് ക്രൈയിങ് എന്നുള്ളത്. ഇറ്റ് റിലീസസ് ടെൻഷൻ. ഓവർലോഡ് ചെയ്യണ്ട, കരഞ്ഞ് കുറച്ച് ടെൻഷനൊക്കെ മാറ്റാം എന്ന് നമ്മൾ നമ്മുടെ ബോഡിയോട് പറയാണ്. ഇറ്റ് ഷോസ് സം റേസ് ഓഫ് ഹോപ്പ് അല്ലേ. ഒരു പ്രതീക്ഷയുടെ പുലർവെട്ടം കാണാനും ഈ കരച്ചിൽ സഹായിക്കും. ആൻഡ് മെ ഹെൽപ്പ് റെഗുലേറ്റ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി ആഫ്റ്റർ സ്ട്രോങ് എക്സ്പീരിയൻസ്. കരച്ചിൽ അടക്കി പിടിക്കുമ്പോഴേ ഭയങ്കര സ്ട്രെസ്സ് കൂടും.
നേരെ മറിച്ച് ക്രൈ ഇറ്റ് ഔട്ട്, ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞ പോലെ ഈ tears ഒക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഗുഡ്. I trust that. Okay, some people rarely cry, others cry very easily. അതൊക്കെ ഓരോ ആളുകൾ അനുസരിച്ചിരിക്കും. ചിലർ പെട്ടെന്ന് കരയും, ചിലർ കരയേയില്ല. നീതർ ഓട്ടോമാറ്റിക്കലി മീൻസ് സംതിങ് ഈസ് റോങ്. ചിലപ്പോൾ സംതിങ് റോങ് ഒന്നും ആവണമെന്നില്ല. ക്രൈസ് ഫോർ സം മൈനർ റീസൺസ് എന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നത്. എനിക്കൊക്കെ ചെറിയതായിട്ട് ഒരാൾ മുഖം കറുപ്പിച്ചു തന്നവരെ ഞാൻ കരയും. The important question is whether crying feels manageable or interfering with the daily life. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഡെയിലി ലൈഫിനെ നമ്മുടെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യണം. കാരണം സംടൈംസ് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഫുൾ ടൈം ക്രൈ ചെയ്യുന്നത് അതൊരു നല്ല ശീലമല്ല സത്യത്തിൽ. അത് കുറേ നേരം കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള പോലെ കരഞ്ഞാൽ കുഴപ്പമില്ല. ബട്ട് വെൻ യു ക്രൈ ലോങ് ടൈമിൽ അത് നമ്മുടെ ഫിസിക്കൽ ഫാക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്യും, കുറേ നേരം കരഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി സൈക്കോളജിക്കൽ ട്രേറ്റ്സ് എന്തൊക്കെയാണ് എന്ന് പറയാം. ഹൈ ഇമോഷണൽ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർ പെട്ടെന്ന് കരയും. ഹൈ എംപതി ഉള്ള ആൾക്കാർ പെട്ടെന്ന് കരയും. അതുപോലെ ലോവർ ഇമോഷണൽ സപ്രഷൻ ഉള്ള ആളുകൾ പെട്ടെന്ന് കരയും. സ്ട്രെസ്സ് ഓവർലോഡ് ചെയ്യുമ്പോഴും കരയും. അറ്റാച്ച്മെൻറ്റ് ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസ്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആവാം. അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ അതിനോട് താരതമ്യം ചെയ്യപ്പെടുന്ന വേറൊരു സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് കരയും. പിന്നെ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, ചില പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് സൈക്കോളജിക്കലി പറയുമ്പോൾ പല ഫാക്ടേഴ്സും പല പേഴ്സണാലിറ്റി ഫാക്ടേഴ്സും ട്രിഗർ ചെയ്യുന്നുണ്ട് കരച്ചിലിനെ. പിന്നെ ഇതൊരു വീക്ക്നെസ് അല്ല കേട്ടോ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ക്രൈങ് ഈസ് നോട്ട് എ വീക്ക്നെസ്. അത് ഇമ്മെച്യൂരിറ്റി ഉള്ളവരല്ല കരയുന്നത്, ഇൻസ്റ്റേബിലിറ്റി ഉള്ളവരല്ല കരയുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് യുവർ ഇമോഷണൽ ഓപ്പൺനെസ്. ഇമോഷണലി യുവർ ഓപ്പൺ എന്ന് കാണിക്കുന്നു. ആൻഡ് യുവർ സെൻസിറ്റിവിറ്റി ആൻഡ് യുവർ സ്ട്രോങ് അറ്റാച്ച്മെൻറ്റ് എന്ന് കാണിക്കുന്നു. അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് സ്ട്രെസ് ഉണ്ടെന്നും കാണിക്കുന്നു. However, if someone cries very frequently without understanding why, or it disrupts like daily life, റിലേഷൻഷിപ്പിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇറ്റ് ക്യാൻ സംടൈംസ് സിഗ്നൽ ആങ്സൈറ്റി, ഡിപ്രഷൻ. അതിനൊരു സിഗ്നലിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാം അതിനെ. നമ്മുടെ ഡെയിലി ലൈഫിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിൽ. അല്ലാണ്ട് പെട്ടെന്ന് കരഞ്ഞ് ഓക്കെ ആവുന്ന കേസൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. അതൊരു ലെറ്റ് ഇറ്റ് ഗോ പോലെ എടുത്താൽ മതി. ക്രൈം ഡസൻ മീൻ യു ആർ വീക്ക്, ഇറ്റ് മീൻസ് യുവർ ഹാർട്ട് സ്റ്റിൽ ഫീൽസ് ഡീപ്ലി. എല്ലാ വികാരങ്ങളും നമ്മൾക്ക് മനസ്സിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ആൻഡ് യു ആർ സ്ട്രോങ് എനഫ് ടു ഹാൻഡിൽ സം ഓഫ് ദ ഇമോഷൻസ് വെരി ഓപ്പൺലി, അങ്ങനെയും പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും കരയുന്ന ആളായിരുന്നു എന്നുള്ളത്. കുറേയൊക്കെ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്തു. എങ്ങനെയാണെന്നറിയോ? മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന് ഈ ഫൈനൽ ടിപ്പിൽ ഞാൻ പറയുന്നത്, ഫൈനൽ ലാപ്പിൽ പറയുന്നത്, ഇത് ടിപ്പൊന്നുമല്ല, ഞാനെങ്ങനെ എൻ്റെ ആ ഒരു പെട്ടെന്ന് കരയണ ശീലം മാറ്റി എന്നുള്ളത്. ഞാൻ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തു. ലൈക്ക് വെനെവർ ഐ സ്റ്റാർട്ട് ക്രൈങ് ഐ ഡിഡ്ന്റ് സപ്രസ് ഇറ്റ്. പക്ഷെ എനിക്ക് അതിന് ഓൾട്ടർനേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് കരയണ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, അത് വിചാരിച്ചത് എന്താ പറയുക, ഞാൻ പറഞ്ഞത് ആ ഒരു ഓപ്പൺനെസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഇമോഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വി ക്യാൻ ആക്സെപ്റ്റ് ദാറ്റ് ഈസ് അവർ നേച്ചർ. അല്ലേ, നമുക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ നേച്ചറാന്നുള്ളത്. കരയുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ തോന്നാം. പക്ഷേ നമ്മൾ നമ്മുടെ ആ ഒരു ഇമോഷനെ ആക്സെപ്റ്റ് ചെയ്തു, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ മാറ്റം വരും. അതുപോലെ മെഡിറ്റേഷൻ, പ്രാണായാമ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇമോഷൻസ് കറക്റ്റായി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആട്ടോ. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞത് എൻ്റെ ഒരു വലിയ ടീച്ചറും കൂടിയാണ്. അപ്പം അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേയൊക്കെ വ്യത്യാസമുണ്ട്. സോ ഐ ഡു ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ് ടു യു. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, Geeta.